ഹായ് എവ്രി വൺ, എല്ലാവർക്കും iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. NTA UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ യൂണിറ്റ് 8 സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ മാനേജ്മെൻറ്റിലെ ഡാറ്റ കളക്ഷൻ ആൻഡ് ക്വസ്റ്റ്യനെയർ ഡിസൈൻ, സാമ്പിളിംഗ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ ആദ്യമായി എന്താണ് ഡാറ്റ കളക്ഷൻ എന്ന് നോക്കാം. Okay, അപ്പോൾ what is data? Data is the key ingredient in research. അല്ലേ, data collection enables a researcher to collect the crucial data for conducting research. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു റിസർച്ചറിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ the person who collect the statistical data for further inspection is known as investigator. അപ്പോൾ ആരാണോ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ത് ചെയ്യുന്നത്, ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നത്, അയാളെ നമ്മൾക്ക് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വിളിക്കാം. ആൻഡ് വേർ ആസ് ദ പേഴ്സൺ ഹു പ്രൊവൈഡ്സ് റോ ഡാറ്റ ആൻഡ് ഫാക്ട്സ് ടു ഇൻവെസ്റ്റിഗേറ്റർ ഇസ് നോൺ ആസ് റെസ്പോണ്ടന്റ്. അതുപോലെ തന്നെ ആരാണോ ഈ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഡാറ്റ എന്ത് ചെയ്യുന്നത്, റോ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അയാളെ നമുക്ക് റെസ്പോണ്ടന്റ് എന്ന് പറയാം. അപ്പോൾ അതാണ് ഇൻവെസ്റ്റിഗേറ്ററും റെസ്പോണ്ടന്റും. ആൻഡ് നമുക്കിവിടെ ഡാറ്റയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദർ ആർ 2 ടൈപ്പ് ഓഫ് ഡാറ്റ അല്ലേ. നമ്മൾ രണ്ട് തരത്തിലുള്ള ഡാറ്റയാണ് മെയിനായിട്ടും റിസർച്ചിൽ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പിന്നെ ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പ്രൈമറി ഡാറ്റയാണ്. എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡാറ്റ ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റിഗേറ്റർ വെരി ഫസ്റ്റ് ടൈം അല്ലേ, ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് കളക്ട് ചെയ്യുന്ന അയാളുടെ റിസർച്ചിന് വേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ സേ ഇറ്റ് ഇസ് ദ ഡാറ്റ വിച്ച് ഹാസ് ബീൻ ഫ്രഷ്ലി കളക്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ദാറ്റ് മീൻസ് ദ ഡാറ്റ ഇസ് ഒറിജിനൽ ഇൻ നാച്ചർ. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒറിജിനൽ നാച്ചുറൽ ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സോ എ പ്രൈമറി ഡാറ്റ വിൽ പ്രൊവൈഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ വിത്ത് ദ മോസ്റ്റ് റിലയബിൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ റെസ്പോണ്ടൻസ്. അപ്പോൾ ഈ പ്രൈമറി ഡാറ്റ ഇൻവെസ്റ്റിഗേറ്റർക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, റെസ്പോണ്ടന്റിനെ പറ്റിയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി ഡാറ്റയിൽ നിന്നും ഇൻവെസ്റ്റിഗേറ്റർക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒറിജിനൽ നാച്ചറാണ്. അതുപോലെ തന്നെ റിലയബിലിറ്റിയും ക്രെഡിബിലിറ്റിയും ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് പ്രൈമറി ഡാറ്റയുടെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് എന്താണ്, വി ക്യാൻ സേ ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ് അല്ലേ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്. അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ത്രൂ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ത്രൂ ഒക്കെയാണ് പ്രൈമറി ഡാറ്റ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ കോസ്റ്റും എന്താണ്, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഡിസഡ്വാൻറ്റേജസും പ്രൈമറി ഡാറ്റയ്ക്കുണ്ട്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് മെത്തേഡ്സ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻ്റർവ്യൂ മെത്തേഡാണ്. ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ ആൻഡ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. യു ക്യാൻ സേ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ or it is a verbal method. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വെർബൽ മെത്തേഡാണ് ഈ ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റെസ്പോണ്ടൻസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അല്ലേ, അവരുടെ വ്യൂസ് അവരുടെ ഐഡിയാസ് ഒക്കെ അറിയാൻ വേണ്ടി റെസ്പോണ്ടൻസിനെ എന്ത് ചെയ്യുകയാണ്, ഇൻവെസ്റ്റിഗേറ്റർ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡാറ്റ മോസ്റ്റ്ലി എന്താണ്, വെർബൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് ആൻഡ് ഷെഡ്യൂൾ. അടുത്തത് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഷെഡ്യൂൾ യൂസ് ചെയ്തിട്ട് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യനെയർ ഇസ് എ പ്രിന്റഡ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രിന്റഡ് ലിസ്റ്റാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റഡ് ലിസ്റ്റിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു റിസർച്ച്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യനെയറിൽ പർട്ടിക്കുലർ ഏത് റിസർച്ചിന് വേണ്ടിയിട്ടാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അപ്പോൾ ആ റിസർച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യനെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പല സർവേയുടെ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യനെയറുകൾ അല്ലേ, കൺസ്യൂമേഴ്സിനൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റെസ്പോണ്ടൻസ് എന്ത് ചെയ്യും,
ക്വസ്റ്റ്യനെയറിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അല്ലേ അവർ മാർക്ക് ചെയ്തതിന് ശേഷം ദേ ഫോർവേഡ് ഇറ്റ് ബാക്ക് ടു ദ ഇൻവെസ്റ്റിഗേറ്റർ. അവർ മാർക്ക് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, അത് തിരിച്ച് ഇൻവെസ്റ്റിഗേറ്ററിന് തന്നെ പ്രൊവൈഡ് ചെയ്യാണ് എന്തിൽ ചെയ്യുന്നത്, ക്വസ്റ്റ്യനെയറിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയർ മെത്തേഡ് ആൻഡ് ഷെഡ്യൂളാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഷെഡ്യൂൾ എന്നും കൂടെ നോക്കാം. ക്വസ്റ്റ്യനെയറുമായിട്ട് വളരെ സാമ്യമുള്ളത് തന്നെയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ എ ഷെഡ്യൂൾ ഇസ് എ ഫോർമലൈസ്ഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് ടു ദ enumerator's who ask question to respondent and note down the answers. അപ്പോൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നോർമലി ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, enumerator ആണ്. ഓക്കെ, അപ്പോൾ enumerator എന്ന് പറയുന്നത് ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ചാർജ് കൊടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആവാം. ഓക്കെ, അപ്പോൾ അതാണ് enumerator എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എന്താണ് ചെയ്യുന്നത്, enumerator റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആൻസേഴ്സ് നോട്ട് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നോർമലി ഒരു ക്വസ്റ്റ്യനെയർ ഒരു റെസ്പോണ്ടൻറ്റ് തന്നെയാവും മെജോറിറ്റി കേസിലും എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നുണ്ടാവുന്നത്. പക്ഷേ ഒരു ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എന്താണ്, enumerator ത്രൂ ആണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ഒക്കെ ഉള്ള ഒരു കേസാണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഷെഡ്യൂൾ ആവുമ്പോൾ എന്താണ്, അവർ enumerator ആണ് എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ച് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, so we can say a schedule is one which is handled by the enumerator and it is proforma containing set of questions and tables and this proforma filled by the enumerator. അപ്പോൾ ഇവിടെ enumerator ആണ് എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത്. Then നെക്സ്റ്റ് പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഇതാണ് ഒബ്സർവേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്, ആ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ദ റിസർച്ചർ ഡയറക്ട്ലി ഒബ്സർവ് ദ അതർ പേഴ്സൺ വിതൗട്ട് ആസ്കിങ് എനി ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ റിസർച്ചർ എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ തന്നെ റിസർച്ചർ ഡയറക്ട്ലി ഒരു റെസ്പോണ്ട് ചെയ്യേണ്ട ആളെ അല്ലേ, റെസ്പോണ്ടൻറ്റിനെ ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കീ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ബയാസ് കുറവായിരിക്കും അല്ലേ, കാരണം ഇവിടെ റിസർച്ചർ തന്നെ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. റെസ്പോണ്ടൻ്റ് അയാൾ പറയുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവാം, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ എറേഴ്സോ അല്ലെങ്കിൽ ബയാസോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷേ ഒബ്സർവേഷൻ മെത്തേഡിൽ എന്താണ്, ബയാസിൻ്റെ ചാൻസ് വളരെ കുറവാണ്. ആൻഡ് ഇഫ് ദ റിസർച്ചർ ആക്യുറേറ്റ്ലി ഒബ്സർവ് ചെയ്യും അല്ലേ, എപ്പോഴാണ്, അതായത് ഒരു റിസർച്ചർ വളരെ ആക്യുറേറ്റ് ആയിട്ട് ആൾക്കാർ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും. അപ്പോൾ അതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ദി നെക്സ്റ്റ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഇതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ദ ഡാറ്റ പേഴ്സണലി. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ പേഴ്സണലായിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതായത് പേഴ്സണലി അപ്രോച്ച് ചെയ്യുന്നു റെസ്പോണ്ടൻറ്റിനെ. കൺസിസ്റ്റ് ഓഫ് ദി കളക്ഷൻ ഓഫ് ഡാറ്റ ബൈ ഇൻവെസ്റ്റിഗേറ്റർ ഇൻ എ ഡയറക്റ്റ് മാനർ. The investigator or a researcher responsible for personally approaching respondent and investigating the research. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ റിസർച്ചർ എന്ത് ചെയ്യുന്നു, പേഴ്സണലി റെസ്പോണ്ടൻറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ പ്രൈമറി ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഇത്രയുമാണ് എന്താ പ്രൈമറി ഡാറ്റ കളക്ഷന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നെക്സ്റ്റ് വൺ സെക്കൻഡറി ഡാറ്റയാണ്. അപ്പോൾ എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ, ഫ്രഷ്ലി കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഒറിജിനലായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഇസ് ദ ഡാറ്റ വിച്ച് ഹാസ് ബീൻ പ്രീവിയസ്ലി അക്വയർഡ് ബൈ സം അതർ റിസർച്ചർ ആൻഡ് ദെൻ പബ്ലിഷ്, ഡാറ്റ ഗാതേർഡ് ആൻഡ് റെക്കോർഡഡ് ബൈ സം വൺ എൽസ് പ്രയർ ടു ആൻഡ് ഫോർ എ പേർപ്പസ് അതർ ദാൻ ദ കറന്റ് പ്രോജക്റ്റ് and it involves less cost, time and effort. അപ്പോൾ എന്താണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ, ഇത് ഓൾറെഡി മറ്റൊരു റിസർച്ചർ അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുള്ളതാണ്, അവർ ഓൾറെഡി കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പബ്ലിഷ് ചെയ്തതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റിസർച്ചർ അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ എടുക്കുകയാണെങ്കിൽ അതൊരു സെക്കൻഡറി സോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാറ്റ ഗ്യാദർ ചെയ്യും റെക്കോർഡ് ചെയ്യും ചെയ്യുന്നത് ആരാണ്, someone else ആണ്, മറ്റൊരാളാണ് അല്ലേ. വേറെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാൾ ഓൾറെഡി ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റ കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, ഒരു
പർട്ടിക്കുലർ റിസർച്ചർ അയാൾക്ക് ആവശ്യമുള്ള ഡാറ്റ എടുക്കുകയാണെങ്കിൽ അതാണ് ഒരു സെക്കൻഡറി ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ക്യാൻ സേ ഇറ്റ് ഈസ് എ സെക്കൻഡ് ഹാൻഡ് ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണ്. കാരണം ഇതെന്താണ്? ഇത് ഓൾറെഡി എന്ത് ചെയ്തതാണ്? മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു റിസർച്ചർ എന്ത് ചെയ്തതാണ്? അക്വയർ ചെയ്യും പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് ഒറിജിനൽ ഡാറ്റ അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. പല സോഴ്സിൽ നിന്നും സെക്കൻഡറി ഡാറ്റ എന്ത് ചെയ്യാൻ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കളക്ട് ചെയ്യാനും പറ്റും. അതായത് പല പബ്ലിഷ്ഡ് സോഴ്സ് അല്ലെങ്കിൽ പല ഗവൺമെൻറ് റിപ്പോർട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത പല സോഴ്സിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ ബുക്കുകൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു സെക്കൻഡറി സോഴ്സായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ സോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പബ്ലിഷ്ഡ് സോഴ്സ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സ്. എന്താണ് പബ്ലിഷ്ഡ് സോഴ്സ്? Central government official publication, publication of research institution, committee reports and international publication are some published source of secondary data. അപ്പോൾ എന്തൊക്കെയാണ് പബ്ലിഷ്ഡ് സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ? അതായത് സെൻട്രൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്നവരുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷനിൽ നിന്ന് എടുക്കുന്ന ഡാറ്റാസ്, അല്ലെങ്കിൽ എന്താണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പബ്ലിക്കേഷനിൽ നിന്നുള്ള ഡാറ്റ, അതുപോലെ തന്നെ പല കമ്മിറ്റികളുടെ റിപ്പോർട്ട്, അതുപോലെ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനിൽ നിന്നും കിട്ടുന്ന ഡാറ്റ. അപ്പോൾ ഇതൊക്കെ എന്താണ്? മറ്റുള്ളവർ കളക്ട് ചെയ്ത് ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ പബ്ലിഷ്ഡ് സോഴ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് പബ്ലിഷ്ഡ് സോഴ്സ്. അതുപോലെ തന്നെ അൺപബ്ലിഷ്ഡ് സോഴ്സും ഉണ്ട്. അപ്പോൾ എന്താണ് അൺപബ്ലിഷ്ഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? സം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആർ നോട്ട് ഓൾവേസ് എ പാർട്ട് ഓഫ് പബ്ലിക്കേഷൻ. അതായത് എല്ലാം പബ്ലിഷ് ചെയ്യണമെന്നില്ല, പക്ഷേ ഇത് ഓൾറെഡി എന്താണ്? കളക്ട് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും ചെയ്ത ഡാറ്റ തന്നെയാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് പബ്ലിഷ്ഡ്. ഓക്കെ, സച്ച് ഡാറ്റ ആർ സ്റ്റോർഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രൈവറ്റ് ഫേംസ്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസ് എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യാതെ അവരുടെ ഭാഗമായിട്ട് അവർ കീപ്പ് ചെയ്യുന്ന ചില ഡാറ്റ ഉണ്ടാവും. അപ്പോൾ അതാണ് അൺപബ്ലിഷ്ഡ് സോഴ്സ് ഓഫ് ഡാറ്റ. റിസർച്ചേഴ്സ് ഓഫൺ മേക്ക് യൂസ് ഓഫ് ദിസ് അൺപബ്ലിഷ്ഡ് ഡാറ്റ ഇൻ ഓർഡർ ടു മേക്ക് ദ റിസർച്ച് ഓൾ ദി മോർ ഒറിജിനൽ. അപ്പോൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാത്ത ഡാറ്റകളും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് ഫേംസും കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു റിസർച്ചർക്ക് എന്ത് ചെയ്യാം? അയാളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ അൺപബ്ലിഷ്ഡ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെയും എന്ത് ചെയ്യാം? സെക്കൻഡറി ഡാറ്റയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സോഴ്സ് ഓഫ് കളക്ടിങ് സെക്കൻഡറി ഡാറ്റ. അടുത്തതായി ഏതൊക്കെയാണ് അതർ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ? ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്ന മറ്റ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വാറൻറ്റി കാർഡ്സ് ആണ്. എന്താണ് വാറൻറ്റി കാർഡ്സ് എന്ന് പറയുന്നത്? ദിസ് ആർ കാർഡ്സ് യൂഷ്വലി ഓഫ് ദ സൈസ് ഓഫ് പോസ്റ്റൽ കാർഡ് വിച്ച് ആർ യൂസ്ഡ് ബൈ ഡീലേഴ്സ് ഓഫ് കൺസ്യൂമർ ഡ്യൂറബിൾസ്. ദേ ആർ യൂസ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് കൺസ്യൂമർ പ്രോഡക്റ്റ്. അപ്പോൾ ഈ വാറൻറ്റി കാർഡ്സ് എന്ന് പറയുന്നത് ജനറലി എന്താണ്? കൺസ്യൂമർ ഡ്യൂറബിൾസ് സെയിൽസ് നടത്തുന്ന സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നതാണ്? പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ വാറൻറ്റി കാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഹിയർ ദ ക്വസ്റ്റ്യൻസ് ആർ പ്ലേസ്ഡ് ഓൺ സ്മോൾ കാർഡ് ആൻഡ് പുട്ട് ഇൻസൈഡ് ദ പാക്കേജ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പാക്കേജിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ കാർഡ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പർട്ടിക്കുലർ കാർഡ് അവരെന്ത് ചെയ്യുന്നു? ആ ഒരു പാക്കേജിനുള്ളിൽ കീപ്പ് ചെയ്യുന്നു. ആൻഡ് ഇത് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? ഫില്ല് ചെയ്തതിന് ശേഷം ഇവർക്ക് തിരിച്ചയക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് വാറൻറ്റി കാർഡ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എന്താണ്? സെല്ലേഴ്സിന് ഡാറ്റ, പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ അവർക്ക് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി മെത്തേഡാണ്. എന്താണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് നോക്കാം. കേസ് സ്റ്റഡി ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്പ്ലോറിംഗ് ആൻഡ് അനലൈസിംഗ് ദ ലൈഫ് ഓഫ് social unit. A case study is a qualitative study in which behavior pattern of the unit is studied. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അല്ലേ, അല്ലെങ്കിൽ വളരെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ എന്താണ് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം സർവേ. സർവേയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണിത്. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള മെത്തേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ ഉണ്ടാവാം, ഒബ്സർവേഷൻസ് ഉണ്ടാവാം. ഇതിലെല്ലാം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? അവർ ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി. അപ്പോൾ ഇതൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ്. ഇവിടെ ഒരു സ്റ്റഡി നടത്തുന്ന പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇൻഡെപ്ത് സ്റ്റഡിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല മൾട്ടിപ്പിൾ മെഷേഴ്സാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്.
Then consumer panels. That means when a set of consumers come to an understanding to maintain detailed daily record of their consumption and the same is made available to investigator. അപ്പോൾ ഇവിടെ ഒരു കൺസ്യൂമർ പാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഓരോ കുറച്ച് കൺസ്യൂമേഴ്സിനെ വെച്ചിട്ട് ഒരു കൺസ്യൂമർ പാനൽ എന്ത് ചെയ്യുകയാണ്, റിസർച്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ കൺസംഷൻ പാറ്റേൺ എന്തൊക്കെയാണ്, അവർ ഡെയിലി ഒരു കൺസംഷൻ അവർ നടത്തുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്ത് ചെയ്യുകയാണ്, അവരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുകയാണ്, കൺസ്യൂമേഴ്സിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് കൺസ്യൂമർ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഓഫ് കൺസ്യൂമേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഡെയിലി റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നു ഇവിടെ കൺസംഷനെ പറ്റിയിട്ടുള്ള. ദെൻ നെക്സ്റ്റ് പാൻട്രി ഓഡിറ്റ് ആണ്. പാൻട്രി ഓഡിറ്റ് ഇസ് കണ്ടക്റ്റഡ് ടു കളക്ട് ദ ഇൻവെൻട്രി ഓഫ് ടൈപ്സ്, ക്വാളിറ്റി ആൻഡ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂംഡ്. അപ്പോൾ പാൻട്രി ഓഡിറ്റ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഇവിടെ എന്താണ് ചെയ്യുന്നത്, ആക്ച്വലി എസ്റ്റിമേറ്റ് ദ കൺസംഷൻ പാറ്റേൺ of given basket of commodity by consumers. That means we can say it used to ascertain what type of consumers purchase a specific commodity or a certain brand. അപ്പോൾ ഏത് തരത്തിലുള്ള കൺസ്യൂമേഴ്സ് ആണ് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പാൻട്രി ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ എങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് വാങ്ങുന്നത്, അവരുടെ കൺസംഷൻ പാറ്റേൺ ആണ്, ഒരു പർട്ടിക്കുലർ ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസിൻ്റെ അല്ലേ, ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ കുറച്ച് കമ്മോഡിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ കമ്മോഡിറ്റീസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കൺസ്യൂമേഴ്സാണ് അത് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാൻട്രി ഓഡിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ആർ ദ സം അതർ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റുള്ള മെത്തേഡുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യനെയർ ഡിസൈൻ. സോ വാട്ട് ഈസ് എ ക്വസ്റ്റ്യനെയർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. So questionnaire is a data collection instrument which comprises of a formalized set of questions to obtain information from the respondents. അല്ലേ, ഒരു ഫോർമലൈസ്ഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ, റെസ്പോണ്ടൻസിൻ്റെ കയ്യിൽ നിന്നും എന്താണ് ഡാറ്റ കളക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യനെയർ മസ്റ്റ് ബി ഫോർമുലേറ്റഡ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ വിച്ച് ഇസ് റിക്വയർഡ് ബൈ ദ റിസർച്ചർ. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ക്വസ്റ്റ്യനെയർ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, അതായത് ഒരു റിസർച്ചർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എപ്പോഴും ഒരു ക്വസ്റ്റ്യനെയറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനെയർ ഡിസൈനിൻ്റെ സ്റ്റെപ്സ്? സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കൺസ്ട്രക്ടിങ് എ ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിനിങ് ദ മോഡൽ ആൻഡ് സ്പെസിഫൈങ് ദ വേരിയബിൾസ് ടു ബി മെഷേർഡ്. റിസർച്ച് ബേസിൽ ഒരു ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എക്സ്പ്ലെയിൻ ദ മോഡൽ ആൻഡ് സ്പെസിഫൈ ദ വേരിയബിൾസ് ടു ബി മെഷേർഡ്. ഇപ്പോൾ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ലിറ്ററേച്ചർ സർവേസ് നടത്തും അല്ലെ, പാസ്റ്റ് സ്റ്റഡീസിൻ്റെ ബേസിൽ ലിറ്ററേച്ചർ സർവേ നടത്തും. ആ സർവേയുടെ ബേസിൽ അല്ലെ ഒരുപാട് പാസ്റ്റ് ഡാറ്റാസ് ഉണ്ടാവും. ആ ലിറ്ററേച്ചർ സർവേയുടെ ബേസിൽ എന്ത് ചെയ്യും, എന്താണ് നമ്മുടെ സ്റ്റഡി ചെയ്യാൻ പോകുന്ന കൺസെപ്ച്വൽ മോഡൽ അത് ഡെവലപ്പ് ചെയ്യുകയും ഏതൊക്കെ വേരിയബിൾസിനെയാണ് നമ്മൾ സ്റ്റഡി നടത്തേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ മുൻപേ ആയി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു റിസർച്ചർ ചെയ്യേണ്ട കാര്യം എന്താണ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഏതൊക്കെ വേരിയബിൾസാണ് ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഏതൊക്കെ വേരിയബിൾസ് സ്റ്റഡി ചെയ്യണം അല്ലെങ്കിൽ എന്താണ് കൺസെപ്ച്വൽ മോഡൽ എന്നുള്ളത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബേസിൽ ക്വസ്റ്റ്യനെയർ ഫ്രെയിം ചെയ്യുന്നു. ദെൻ പൈലറ്റ് സർവേ ഓർ പ്രീ ടെസ്റ്റിംഗ്. അതിനുശേഷം ഒരു പൈലറ്റ് സർവേ നടത്തുന്നു അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിംഗ് നടത്തുന്നു. അപ്പോൾ എന്താണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്? പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ സ്കെയിൽ സ്റ്റഡിയാണ്. അതായത് നമ്മുടെ മെയിൻ സർവേയുടെ ഭാഗമായിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ട് മെയിൻ സർവേ നടത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യുകയാണ്, ഒരു സ്മോൾ സ്കെയിൽ സ്റ്റഡി എന്ത് ചെയ്യുന്നു, റിസർച്ചർ നടത്തുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹെൽപ്സ് ടു നോ ഐദർ ദ ക്വസ്റ്റ്യൻ
The questionnaire is understandable to the target group. നമ്മൾ ടാർഗറ്റ് ഗ്രൂപ്പിനെ അല്ലെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പിന് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയർ മനസ്സിലാവാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് സിമ്പിളാണോ അല്ലെങ്കിൽ ഈസി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൈലറ്റ് സർവേ നടത്തുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഗെയിൻ ഇൻഫർമേഷൻ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ മെയിൻ സർവേ. അതുപോലെ തന്നെ മെയിൻ സർവേയുടെ എഫിഷ്യൻസി കൂട്ടാനും പൈലറ്റ് സർവേ നടത്തുന്നത് മൂലം ഒരു റിസർച്ചർക്ക് പറ്റും. അപ്പോൾ അതാണ് പൈലറ്റ് സർവേ. ദെൻ അതിനുശേഷം ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്, പ്രിൻറ്റിങ് ദ ക്വസ്റ്റ്യനെയർ. അപ്പോൾ പൈലറ്റ് സർവേയുടെ ബേസിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തതിനൊക്കെ ശേഷം എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യനെയർ പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രിങ് ക്വസ്റ്റ്യനെയർ. എന്താണ് മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രിങ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് റെക്കോർഡിംഗ് ദ ആൻസേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെയറിലെ ക്വസ്റ്റ്യൻസ് റെസ്പോണ്ടൻസിലേക്ക് എത്തിക്കുന്നത്, അല്ലേ, അവരടുത്ത് എങ്ങനെ ചോദിക്കുന്നു, ആൻസേഴ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ പല രീതികൾ ഫോളോ ചെയ്യാം. സോ ദ റിസർച്ചർ ക്യാൻ അഡ്മിനിസ്റ്റർ ക്വസ്റ്റ്യനെയർ ഇൻ എ വെറൈറ്റി ഓഫ് ഫോംസ് ഓർ വേസ് ഇൻക്ലൂഡിങ് ഫേസ് ടു ഫേസ്, അല്ലെ അവരോട് ഫേസ് ടു ഫേസ് ആയിട്ട് പോയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ അങ്ങനെ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ ത്രൂ അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ, അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാം, അല്ലേ. സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കൺസ്ട്രക്റ്റിംഗ് എ ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഇത്രയുമാണ് ഒരു ക്വസ്റ്റ്യനെയർ, റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യനെയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ റിസർച്ചർ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യനെയറിൽ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസർച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് where the respondents are given freedom to express their views. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ എന്താണ്, റെസ്പോണ്ടൻസിന് എന്തുണ്ട്, അവരുടെ വ്യൂസ് അല്ലേ എക്സ്പ്രസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ സ്പെസിഫിക് ചോയ്സുകൾ കൊടുക്കാതെ എന്ത് ചെയ്യാണ്, റെസ്പോണ്ടൻസ് ഫ്രീ ആയിരിക്കും, അല്ലേ. ദേ ഹാവ് ദ ഫ്രീഡം ടു എക്സ്പ്രസ് ദർ വ്യൂസ്. അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് ഓപ്പൺ എൻഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനെയറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്പെസിഫൈ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് സേ ABC കമ്പനീസ് പ്രോഡക്റ്റ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണോ ഒപ്പീനിയൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഓൺ വേർഡ്സിൽ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ നമ്മുടെ സജഷൻസ് ചോദിക്കുകയാണ്, അതൊക്കെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആർ ഓൾസോ ഗിവൺ അലോങ് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. ദ റെസ്പോണ്ടൻസ് ഹാവ് ടു ചൂസ് വൺ ഓഫ് ദ ആൾട്ടർനേറ്റീവ്. അപ്പോൾ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റെസ്പോണ്ടൻസിന് അവരുടെ ആൻസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ സേ റെസ്പോണ്ടൻസ് ആർ റെസ്ട്രിക്റ്റഡ് ടു ചൂസ് എമംഗ് ദ മൾട്ടിപ്പിൾ ചോയ്സ് ഗിവൺ ടു ദം, അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഒരു ക്ലോസ്ഡ് ഫോമാറ്റിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എന്ത് ചെയ്യണം, റെസ്പോണ്ടൻസ് ആൻസർ ചൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ പറ്റി ചോദിക്കുകയാണ്, ഹൗ ഡു യു റേറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ABC കമ്പനി എന്ന് ചോദിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അവർ ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്, ഫെയർ, എക്സലൻറ്റ്, ഗുഡ്, ആവറേജ്, എക്സെട്ര. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ അഭിപ്രായം പറയാൻ പറ്റില്ല. പകരം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഏതാണോ നല്ലതാണ് അല്ലെങ്കിൽ കറക്റ്റാണ് എന്ന് തോന്നുന്നത് അവർ ആൻസർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, then pictorial questions. This type of question, pictures are drawn and respondents indicate the answers by selecting the pictures. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെസ്പോണ്ടൻസ് ഈ ഏത് പിക്ചറാണോ അവർക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നത്, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് പിക്ചോറിയൽ ക്വസ്റ്റ്യൻ. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസിലാണ് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ്. These are the questions with two alternative replies possible. Dichotomous questions എന്താണ്, രണ്ട് റിപ്ലൈസ് ആണ് പോസിബിൾ. ഫോർ എക്സാമ്പിൾ യെസ് ഓർ നോ, മെയിൻലി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്താണ്, ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണ് ഒരു റെസ്പോണ്ടൻ്റ് അടുത്ത്, ആർ യു മാരിഡ്, ഓപ്ഷൻസ് യെസ് ഓർ നോ. ഈ രണ്ട് പോസിബിൾ ആൻസേഴ്സ് ആണ് റെസ്പോണ്ടൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്താ, ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. So these questions have many alternatives. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇത് റെസ്പോണ്ടൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് വേരിയസ് ഓപ്ഷൻസ് ടു ചൂസ് ഫ്രം, അല്ലേ.
അപ്പോൾ ഇവിടെ റെസ്പോണ്ടൻസിന് എന്താണ്, രണ്ടിൽ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കും. ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞു 2 ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ എന്താണ്, മെനി ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. Then next is a leading questions. What is leading questions? This type of questions pushes respondents to answer in a specific manner based on the way they are framed. അപ്പോൾ ചില ക്വസ്റ്റ്യൻ നമുക്ക് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് കാണാം. എന്താണ് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, അതായത് റെസ്പോണ്ടൻസിനെ ഒരു സ്പെസിഫിക് വേയിൽ ആൻസർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ആൻസേഴ്സ് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഒരു സർവേയർക്ക് ഉണ്ടാവും, ചില നിർബന്ധങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട്, പുതിയൊരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ ഡു യു റേറ്റ് അവർ ന്യൂ ഓഫറിംഗ് എന്ന് ചോദിക്കാം അല്ലേ. നമ്മുടെ പുതിയ ഓഫറിങ്ങിനെ നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുന്നതെന്ന് കസ്റ്റമേഴ്സിനോട് ചോദിക്കാം. അതിന് പകരമായിട്ട് എന്ത് ചോദിക്കുകയാണ്, ഡിഡ് യു ലൈക്ക് അവർ എക്സലൻറ്റ് ന്യൂ ഓഫറിംഗ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ ആൻസർ ഇങ്ങനെ ആയിരിക്കണമെന്ന് ചില സ്പെസിഫിക്കേഷൻസ് ഈ ഒരു സർവേയർക്ക് ഉണ്ടാവാം. അപ്പോൾ അതിനെയാണ് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്താണ്, ബയാസ്ഡ് ആണ് അല്ലേ. ഇത് ബയാസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാം. ദ നെക്സ്റ്റ് ഈസ് ആംബിഗ്യസ് ക്വസ്റ്റ്യൻസ്. So these are the questions which indicate alternative meaning. Ambiguous questions എന്ന് പറഞ്ഞാൽ the various people interpret the same words or phrase in different ways. ഒരേ വേർഡ്സിനെയും ഫ്രേസിനെയും പല ആളുകൾ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആംബിഗ്യസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ഡാറ്റയുടെ റിലയബിലിറ്റിയെ ബാധിക്കും. കാരണം പല ആളുകൾ എന്തായിരിക്കും, പല രീതിയിലായിരിക്കും ഈ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആംബിഗ്യസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ റാങ്കിങ് ഐറ്റം ഓഫ് ക്വസ്റ്റ്യൻസ്. ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ് പ്രിഫറൻസ് ഓഫ് ദ റെസ്പോണ്ടൻസ് ഇസ് ഒബ്റ്റെയിൻഡ്. ഇവിടെ എന്താണ്, റെസ്പോണ്ടൻസിൻ്റെ പ്രിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റാങ്ക് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. സോ റാങ്കിങ് ടു നോ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ്. അപ്പോൾ പ്രിഫറൻസ് അറിയുക എന്നുള്ളതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റെസ്പോണ്ടൻസിനോട് അവരുടെ ഓർഡർ ഓഫ് പ്രിഫറൻസിൽ റാങ്ക് ചെയ്യാൻ പറയും. സോ ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനെയറിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തതായി സാമ്പിളിംഗ് എന്താണെന്ന് പഠിക്കാം. സാമ്പിളിംഗ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വിച്ച് ഹെൽപ്സ് ടു നോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ബൈ എക്സാമിനിങ് ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് റിസർച്ചർക്ക് എന്താവും, ഒരു വലിയൊരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ വലിയൊരു പോപ്പുലേഷനെ ചിലപ്പോൾ സ്റ്റഡി നടത്തേണ്ടി വരും അല്ലേ. അയാളുടെ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടി, റിസർച്ച് ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഗ്രൂപ്പിനെ ചിലപ്പോൾ സ്റ്റഡി നടത്തേണ്ടി വരും. അപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പിനെ സ്റ്റഡി നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയതുകൊണ്ട് റിസർച്ചർ എന്താണ് ചെയ്യുന്നത്, ഒരു ചെറിയൊരു പാർട്ടിനെ, ആ ഒരു എൻ്റയർ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചെറിയൊരു സാമ്പിൾ ഗ്രൂപ്പിനെ എടുത്തിട്ടാണ് സ്റ്റഡി നടത്തുന്നത്. അതിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഹെൽപ്പ് ടു നോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ബൈ എക്സാമിനിങ് എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയൊരു പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയ പാർട്ടിനെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റഡി ചെയ്ത് റിസൾട്ട് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഗുഡ് സാമ്പിളിങ്സ് ആർ ദോസ് ഹൂ ആക്യുറേറ്റ്ലി റെപ്രസെൻറ്റ് പോപ്പുലേഷൻ. അപ്പോൾ ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ആക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സാമ്പിളുകളാണ് ഗുഡ് സാമ്പിൾസ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ അതിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ഡിഫൈനിങ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടാർഗറ്റ് പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ ഒരു ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ആ ഒരു എൻറ്റയർ ഗ്രൂപ്പ്, റിസർച്ചർ സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു എൻറ്റയർ യൂണിവേഴ്സ് അല്ലെങ്കിൽ എൻറ്റയർ ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റിസർച്ചറുടെ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഓൺട്രപ്രണേഴ്സിൻ്റെയും ഫിനാൻഷ്യൽ സക്സസിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ ഓൺട്രപ്രണേഴ്സിൻ്റെ സക്സസിനെ പറ്റിയിട്ടാണ് സ്റ്റഡി നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്തായിരിക്കും ആ ഒരു റിസർച്ചറിൻ്റെ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ആ ഒരു എൻറ്റയർ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ഓൺട്രപ്രണേഴ്സും എന്തായിരിക്കും, ആ ഒരു റിസർച്ചറുടെ ടാർഗറ്റ് പോപ്പുലേഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ഒരു എൻറ്റയർ ഗ്രൂപ്പിനെയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ്, അതാണ് ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, സ്പെസിഫൈങ്
ദ സാമ്പിളിംഗ് ഫ്രെയിം ആണ്. എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്? സോ ആഫ്റ്റർ ഡിഫൈനിങ് ദ പോപ്പുലേഷൻ, സാമ്പിളിംഗ് ഫ്രെയിം ഈസ് ടു ബി സ്റ്റേറ്റഡ്. അപ്പോൾ പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? സാമ്പിളിംഗ് ഫ്രെയിം സ്പെസിഫൈ ചെയ്യണം. സോ വി ക്യാൻ സേ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ സോഴ്സ് ലിസ്റ്റ് from where the sample is to draw. Okay, it contains the name of all the item of the universe. അപ്പോൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് ലിസ്റ്റ് ആണ് അല്ലേ? നമ്മൾ എവിടെ നിന്നാണ് സാമ്പിൾസ് എടുക്കുന്നത്, അപ്പോൾ സാമ്പിളിനെ പറ്റിയിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ടെലിഫോൺ ഡയറക്ടറി അല്ലെങ്കിൽ ഇപ്പോൾ HR പറ്റിയിട്ടുള്ള ഡാറ്റാസാണ്, ഒരു കമ്പനിയുടെ ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ HR ഡാറ്റാബേസ്, അതൊക്കെ സാമ്പിളിംഗ് ഫ്രെയിമുകളാണ്. ദെൻ സ്പെസിഫൈങ് സാമ്പിളിംഗ് യൂണിറ്റ്. അടുത്തതായി എന്താണ്? സാമ്പിളിംഗ് യൂണിറ്റ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? സോ ദ സാമ്പിളിംഗ് യൂണിറ്റ്സ് ആർ ടേക്കൺ ഫ്രം ആൻ എൻറ്റയർ പോപ്പുലേഷൻ. ഇപ്പോൾ ഒരു എൻറ്റയർ പോപ്പുലേഷനിൽ നിന്നാണ് സാമ്പിളിംഗ് യൂണിറ്റ് ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്താണ്? ഫോർ എക്സാമ്പിൾ ഇഫ് വി ആർ കണ്ടക്ടിങ് റിസർച്ച് യൂസിങ് സാമ്പിൾ ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൽ നിന്നാണ് അല്ലെ? അവരുടെ ഡാറ്റ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരെയാണ് നമ്മുടെ സാമ്പിളായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ എ സിംഗിൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് വുഡ് ബി അവർ സാമ്പിളിംഗ് യൂണിറ്റ്. അപ്പോൾ ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റും നമ്മുടെ സാമ്പിളിംഗ് യൂണിറ്റ് ആണ് അല്ലെ? അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി റിലേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വില്ലേജ് ആയിരിക്കാം. അതുപോലെ ചിലപ്പോൾ ഒരു സോഷ്യൽ യൂണിറ്റ് ആയ സ്കൂളോ ക്ലബ്ബുകളോ ആയിരിക്കാം. അപ്പോൾ ഇതാണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ദ റിസർച്ചർ ഷുഡ് സെലക്ട് വൺ ഓർ മോർ സാമ്പിളിംഗ് യൂണിറ്റ്. അപ്പോൾ ചിലപ്പോൾ വൺ ഓർ മോർ സാമ്പിളിംഗ് യൂണിറ്റിലായിരിക്കും ഒരു റിസർച്ചർ എന്ത് ചെയ്യുന്നത്? അയാളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ്, അപ്പോൾ അതാണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സെലക്ഷൻ ഓഫ് ദ സാമ്പിളിംഗ് മെത്തേഡ്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? സാമ്പിളിംഗ് മെത്തേഡ് എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു. ലൈക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഏത് സാമ്പിളിംഗ് മെത്തേഡാണ് റിസർച്ചർ യൂസ് ചെയ്യുക എന്നുള്ളത് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഏത് സാമ്പിളിംഗ് മെത്തേഡാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ്. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ടു ബി സെലക്റ്റഡ് ഫ്രം ദ യൂണിവേഴ്സ്. ഓക്കെ. അപ്പോൾ അതിനുശേഷമാണ് എന്ത്? എത്രയാണ് നമ്മുടെ സാമ്പിൾ സൈസ് അല്ലെ? പോപ്പുലേഷനിൽ നിന്നും എത്ര സാമ്പിൾസിനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു. അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ലാർജ് ഓർ സ്മോൾ. അപ്പോൾ ഒരുപാട് കൂടാനും പാടില്ല അല്ലെ? സാമ്പിൾ സൈസ് ഒരുപാട് കൂടിയാൽ സ്റ്റഡി എന്താണ്? ഡിഫിക്കൽട്ട് ആവും അല്ലെ? വളരെ ലെങ്തി ആവും, ഒരുപാട് ടൈം എടുക്കും, അപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആവും. അതുപോലെ തന്നെ തീരെ കുറയാനും പാടില്ല. തീരെ കുറഞ്ഞ സാമ്പിൾ സൈസ് എന്ന് പറയുമ്പോൾ അതൊരു നല്ല സ്റ്റഡി അല്ല. അപ്പോൾ അത് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സാമ്പിൾ സൈസിനെ എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ചെയ്യണം. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ലാർജ് ഓർ സ്മോൾ, ഇറ്റ് ഷുഡ് ബി ഒപ്റ്റിമം. സാമ്പിൾ സൈസ് ഷുഡ് ബി ഒപ്റ്റിമം. ദെൻ ആഫ്റ്റർ ദാറ്റ് സ്പെസിഫൈങ് ദ സാമ്പിളിംഗ് പ്ലാൻ. അതിനുശേഷം എന്ത് ചെയ്യണം? സാമ്പിളിംഗ് പ്ലാൻ സ്പെസിഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് സ്റ്റേ ദ പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് ദ സാമ്പിൾ. ഓക്കെ. അതായത് എങ്ങനെയാണ് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ടെക്നിക്സ് എന്താണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ദെൻ ഫൈനലി സെലക്ടിങ് ദ സാമ്പിൾ. അങ്ങനെ ഫൈനലി എന്ത് ചെയ്യുകയാണ്? ഇതിൻ്റെ എല്ലാം ബേസിൽ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നു. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സാമ്പിളിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇത്രയുമാണ് സാമ്പിളിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്. നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ടെക്നിക്കിനെ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇനി ഇതോരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗിൽ ഫസ്റ്റ് വൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അപ്പോൾ നമുക്ക് സാമ്പിൾസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡുകൾ യൂസ് ചെയ്യാം. അതിൽ മെയിനായിട്ട് മെത്തേഡുകൾ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് പഠിക്കുന്നത്. So in this method, each member of the population have a non chance of being selected. The sampling technique uses randomization to make sure that every element of the population get an equal chance to be part of the selected sample. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്? ആക്ച്വലി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ. ഇവിടെ ഒബ്സർവേഷൻസ് റാൻഡം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് യൂണിറ്റ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. അപ്പോൾ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകൾക്കും എന്താണ്? ഈക്വൽ ചാൻസ് ആണ് അല്ലേ? അവരെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ അവർക്ക് എന്താണ്? ഈക്വൽ ചാൻസ് ആണുള്ളത്.
ഓക്കെ, അപ്പോൾ അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും ആരെയാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സാമ്പിളാണ് ചൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. എല്ലാവർക്കും എന്താണ് ഈക്വൽ ചാൻസ് ആണ് അല്ലേ ടു ബി എ പാർട്ട് ഓഫ് ദ സെലക്റ്റഡ് സാമ്പിൾ. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗിവൻ പോപ്പുലേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒരു 50 പേര് അല്ലെങ്കിൽ 50 കുട്ടികളുള്ള ക്ലാസ്സിൽ നമുക്കൊരു 10 സ്റ്റുഡൻസിനാണ് നമ്മൾ നമ്മുടെ സാമ്പിളായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ 50 പേരിൽ ആ എല്ലാ കുട്ടികൾക്കും അല്ലേ, ആ 50 കുട്ടികൾക്കും അതിൽ 10 പേരാവാനുള്ളൊരു സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ. ഇന്ന 10 പേര് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എല്ലാവർക്കും എന്താണ് ഒരു ഈക്വൽ ചാൻസ് ആണ് അല്ലേ ആ സാമ്പിൾ സൈസായ 10ൽ ഉൾപ്പെടാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാമ്പിളിങ്ങിനെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ദെൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. സോ ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എവറി എലമെന്റ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ് ടു ബി ദ പാർട്ട് ഓഫ് സാമ്പിൾ. അപ്പോൾ എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്? അതായത് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത എല്ലാ എലമെൻസിനും അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും, പോപ്പുലേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിരിക്കും. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ എവറി യൂണിറ്റ് ഹാസ് ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം റാൻഡം സെലക്ഷൻ ഓഫ് 20 സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് ഓഫ് 50 സ്റ്റുഡൻസ്. അപ്പോൾ 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് 20 സ്റ്റുഡൻസിനെ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണ് ഒരു സ്റ്റഡിക്ക് വേണ്ടി. സോ ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഓരോ സ്റ്റുഡൻറ്റിനും എന്താണ് ഈക്വൽ ചാൻസ് ആണ് അവരെ സെലക്ട് ചെയ്യാൻ. ആ 20 സ്റ്റുഡൻസിൽ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഈ 50 സ്റ്റുഡൻസിനും എന്താണ് ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സാമ്പിൾസ് എന്താണ് ഡയറക്റ്റ്ലി പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് വിതൗട്ട് കാറ്റഗറൈസേഷൻ. പ്രത്യേകം കാറ്റഗറൈസ് ഒന്നും ചെയ്യാതെ എന്താണ് ഒരു 20 സ്റ്റുഡൻസിനെ മെയിലെന്നോ ഫീമെയിലെന്നോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറൈസേഷൻ ഒന്നും കൂടാതെ എന്ത് ചെയ്യുന്നു സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നു. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. This technique divides the element of population into small subgroups called stratas based on the similarity. അപ്പോൾ എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ ചെയ്യുന്നത്? ഇവിടെ എന്ത് ചെയ്യുന്നു പോപ്പുലേഷനിലെ എലമെൻസിനെ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ, ഓക്കെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിനെ അല്ലെങ്കിൽ എലമെൻസിനെ എന്ത് ചെയ്യുന്നു പല സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ, സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ബേസ്ഡ് ഓൺ സിമിലാരിറ്റി അല്ലേ. അവരുടെ എന്താണ് ഹോമോജീനിയസ് നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ചില സിമിലാരിറ്റികളുടെ ബേസിൽ എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ പോപ്പുലേഷനെ പല സബ് ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ അതിനെ പറയുന്നത് സ്ട്രാറ്റ എന്നാണ്. അങ്ങനെ സ്ട്രാറ്റ ആക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ എലമെൻറ്റ്സ് ആർ റാൻഡംലി സെലക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദ സ്ട്രാറ്റ. പിന്നെ ഓരോ സ്ട്രാറ്റയിൽ നിന്നും എന്ത് ചെയ്യുന്നു ഓരോ സ്ട്രാറ്റയിൽ നിന്നും റാൻഡമായിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് എലമെൻസിനെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ് പോപ്പുലേഷനെ ഗ്രൂപ്പുകളായിട്ട് ചില സെയിം ഫീച്ചേഴ്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ സിമിലാരിറ്റിയുടെ ബേസിൽ പോപ്പുലേഷനെ പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആ ഗ്രൂപ്പിൽ നിന്നും സാമ്പിളുകളെ സെലക്ട് ചെയ്യുന്നു. ആദ്യം ഈ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിനെ സ്ട്രാറ്റാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ എന്താണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് നോക്കാം. In cluster sampling, our entire population is divided into clusters or sections, and then the clusters are randomly selected. All the elements of the clusters are used for sampling, and clusters are identified using details such as age, sex, location, etc. അപ്പോൾ എന്താണ് ക്ലസ്റ്റർ സാമ്പിളിംഗിൽ ചെയ്യുന്നത്? എൻ്റയർ പോപ്പുലേഷൻ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ സ്ട്രാറ്റകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സ്ട്രാറ്റകളായിട്ടല്ല പല ക്ലസ്റ്ററുകളായിട്ട്, ഓക്കെ ചിലപ്പോൾ ഏജിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ലൊക്കേഷൻ സെക്സ് എങ്ങനെയുള്ള ബേസുകളിൽ എന്ത് ചെയ്യുന്നു എൻ്റയർ പോപ്പുലേഷനെ പല ക്ലസ്റ്ററുകളായി അല്ലെങ്കിൽ പല സെക്ഷനുകളായിട്ട് എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ ക്ലസ്റ്റേഴ്സ് ആർ റാൻഡംലി സെലക്റ്റഡ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ക്ലസ്റ്ററുകളിൽ നിന്ന് 2 or 3 ക്ലസ്റ്റേഴ്സിനെ എന്ത് ചെയ്യുന്നു റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഓൾ ദ എലമെൻറ്റ് ഓഫ് ദ ക്ലസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സാമ്പിളിംഗ്. ഇനി ഇതിലുള്ള ഓരോ ക്ലസ്റ്ററിലുള്ള എല്ലാ എലമെൻസിനെയും എന്ത് ചെയ്യുന്നു സാമ്പിളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ എലമെൻസിനെയും സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നോർമലി ചെയ്യുന്നത്.
ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ക്യാൻ ബി ഡൺ ഇൻ ഫോളോയിങ് വേസ്. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് വൺ സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, അത് തന്നെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് എൻ്റയർ ക്ലസ്റ്റർ ആദ്യം ക്ലസ്റ്ററുകളായി ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്താണ് രണ്ടോ മൂന്നോ ക്ലസ്റ്ററുകളെ എന്ത് ചെയ്യുന്നു, റാൻഡമായി സെലക്ട് ചെയ്തിട്ട് എല്ലാ എലമെൻസിനെയും സ്റ്റഡി ചെയ്യുന്നു. അത് തന്നെയാണ് സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ടു സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. അപ്പോൾ നമ്മൾ സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചിലപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് ടു സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ചെയ്യാം. Here first we randomly select clusters and then from those selected clusters we randomly select elements for sampling. അപ്പോൾ ഇവിടെ ടു സ്റ്റേജ് സാമ്പിളിംഗിൽ എന്താണ്, ക്ലസ്റ്റർ സാമ്പിളിംഗിൽ എന്താണ് ചെയ്തത്, ആദ്യം ക്ലസ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ക്ലസ്റ്ററുകളെ എന്ത് ചെയ്യുന്നു, ആ ഡിവൈഡ് ചെയ്ത ക്ലസ്റ്ററുകളിൽ നിന്ന് രണ്ടോ മൂന്നോ ക്ലസ്റ്ററുകളെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇനി അങ്ങനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ക്ലസ്റ്ററുകളിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, എലമെൻസിനെ വീണ്ടും റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഓരോ ക്ലസ്റ്റേഴ്സിലും എല്ലാ എലമെൻസിനെയുമല്ല, അതിൽ നിന്ന് തന്നെ വീണ്ടും എന്ത് ചെയ്യുകയാണ്, റാൻഡമായിട്ട് എലമെൻറ്റുകളെ സെലക്ട് ചെയ്യുന്നതാണ് ടു സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. ഇതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. നെക്സ്റ്റ് വൺ ഈസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. So systematic sampling is a type of probability sampling method. അപ്പോൾ ഇതും എന്താണ്, ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സാമ്പിളിംഗ് മെത്തേഡാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇൻ വിച്ച് സാമ്പിൾ മെമ്പേഴ്സ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ ആർ സെലക്റ്റഡ് അക്കോർഡിംഗ് ടു എ റാൻഡം സ്റ്റാർട്ടിംഗ് പോയിന്റ് ബട്ട് വിത്ത് എ ഫിക്സഡ് പീരിയോഡിക് ഇൻ്റർവൽ. അപ്പോൾ ഇവിടെയും ആദ്യം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ലാർജർ പോപ്പുലേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു, സാമ്പിൾ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം അവരൊരു സീക്വൻസിൽ അല്ലേ, പ്രോപ്പറായിട്ടൊരു സീക്വൻസിൽ അല്ലെങ്കിൽ ഒരു ഓർഡറിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിംഗ് എലമെൻറ്റിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ള എലമെൻറ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിക്സഡ് പീരിയോഡിക് ഇൻ്റർവെല്ലിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള സാമ്പിളിംഗ് എലമെൻറ്റുകളെ അല്ലേ അല്ലെങ്കിൽ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവെൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദിസ് ഇൻ്റർവെൽ കോൾഡ് സാമ്പിളിംഗ് ഇൻ്റർവെൽ കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ പോപ്പുലേഷൻ സൈസ് ബൈ ദ ഡിസൈർഡ് സാമ്പിൾ സൈസ്. അപ്പോൾ പോപ്പുലേഷൻ സൈസിനെ ഡിസൈർഡ് സാമ്പിൾ സൈസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഇൻ്റർവെൽ ഒബ്റ്റെയിൻ ചെയ്യുന്നു, പീരിയോഡിക് ഇൻ്റർവെൽ. ആ പീരിയോഡിക് ഇൻ്റർവെല്ലിൻ്റെ ബേസിലാണ് മറ്റുള്ള സാമ്പിളുകളെ എന്ത് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. അപ്പോൾ ഇൻ്റർവെൽ പീരിയോഡിക് ഇൻ്റർവെല്ലിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, പീരിയോഡിക് ഇൻ്റർവെൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പീരിയോഡിക് ഇൻ്റർവെൽ ഫസ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കും, റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ബേസിൽ ബാക്കിയുള്ള എലമെൻറ്റുകളെ പീരിയോഡിക് ഇൻ്റർവെല്ലിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡിൽ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൾട്ടി-സ്റ്റേജ് സാമ്പിളിംഗ്. Multi-stage sampling, it's a method of obtaining a sample from a population by splitting a population into smaller and small group and taking samples of individuals from the smallest resulting group. Multi-stage sampling എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയൊരു പ്രോസസ്സാണ് ഈ മൾട്ടി-സ്റ്റേജ് സാമ്പിളിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഒരു പല സ്റ്റേജുകളിൽ കൂടി കടന്നുപോയതിന് ശേഷമാണ് നമ്മളൊരു പർട്ടിക്കുലർ സാമ്പിൾ ഗ്രൂപ്പിലേക്ക് അല്ലെ പർട്ടിക്കുലർ സാമ്പിളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഓൾ പോപ്പുലേഷനെ ആദ്യം എന്ത് ചെയ്യുന്നു, പല ക്ലസ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ ഡിവൈഡ് ദ ഹോൾ പോപ്പുലേഷൻ ഇൻടു ക്ലസ്റ്റേഴ്സ് ആൻഡ് സെലക്ട് സം ക്ലസ്റ്റേഴ്സ് അറ്റ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ആദ്യം പോപ്പുലേഷനെ മൊത്തമായി പല ക്ലസ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, റാൻഡമായിട്ട് കുറച്ച് ക്ലസ്റ്ററുകളെ ചൂസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്റ്റേജുകളിലും എന്ത് ചെയ്യുന്നു, റിസർച്ചർ ഡിവൈഡ് ചെയ്യാണ് ക്ലസ്റ്റേഴ്സിനെ. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലസ്റ്ററുകളായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു, സ്മോളർ ക്ലസ്റ്റേഴ്സുകളാക്കിയിട്ട്. ഫൈനൽ സാമ്പിൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സ് തുടരുകയാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. For example, we can say, suppose we want to take a sample of 5,000 household from Kerala. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു 5,000 ഹൗസ് ഹോൾഡിൻ്റെ ബൈയിങ് പാറ്റേൺ, ബൈയിങ് ബിഹേവിയർ ആണ് അറിയേണ്ടതെന്ന് വിചാരിക്കാം. നമുക്ക് 5,000 സാമ്പിളാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും, നമുക്ക് കംപ്ലീറ്റ് സ്റ്റേറ്റും കവർ ചെയ്യേണ്ട ആവശ്യമില്ല.
നമുക്കത് പറ്റില്ല. അപ്പോൾ നമുക്ക് 5000 ആണ് നമ്മൾ എയിം ചെയ്യുന്നത് അല്ലെ, 5000 ഹൗസ് ഹോൾഡേഴ്സിനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ സ്റ്റേറ്റിനെ പല ഡിസ്ട്രിക്റ്റുകളായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. സോ the first stage we divide the state into number of district അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂ ഡിസ്ട്രിക്ട്സ്, അതിൽ നിന്ന് കുറച്ച് ഡിസ്ട്രിക്റ്റുകൾ നമ്മൾ ആദ്യം റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നു അല്ലേ. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യും, ഓരോ ഡിസ്ട്രിക്റ്റിനെയും എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ വില്ലേജുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇനി അതിൽ നിന്ന് കുറച്ച് വില്ലേജുകൾ നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നു അല്ലേ. ദെൻ ഫൈനലി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സെലക്ട് ചെയ്ത് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത വില്ലേജുകളിൽ നിന്ന് ടോട്ടലി നമ്മൾ 5000 ഹൗസ് ഹോൾഡ്സിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങിൽ നടക്കുന്നത്. ഇപ്പോൾ നോർമലി ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് വലിയൊരു നമ്പർ ആണെങ്കിലൊക്കെയാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിങ് എന്ത് ചെയ്യുന്നത്, നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിങ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തതായി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഡസ് നോട്ട് റിലൈ ഓൺ റാൻഡമൈസേഷൻ. This technique is more reliant on the researcher's ability to select elements for a sample. Okay, അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് റാൻഡമൈസേഷനെ ബേസ് ചെയ്തിട്ടല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് അഡോപ്റ്റ് ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ ഇതൊരു പ്രോബബിലിറ്റി തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള സാമ്പിളിംഗ് ടെക്നിക്ക് അല്ല. അപ്പോൾ ഇവിടെ എന്താണ്, റിസർച്ചറുടെ എബിലിറ്റി അല്ലെങ്കിൽ റിസർച്ചറുടെ ചോയ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പം അങ്ങനെയാണ് സാമ്പിൾസിനെ ചൂസ് ചെയ്യുന്നത്. Outcome of the sampling might be biased and make difficult for all the elements of the population to be part of the sample equally. അപ്പോൾ ഇവിടെ ബയാസിനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു റിസർച്ചറുടെ ചോയ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാ എലമെൻസും എന്തില്ല സാമ്പിളിൻ്റെ ഭാഗമാകാൻ അല്ലെ പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് എലമെൻസും അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സാമ്പിൾ ആവാനുള്ള ചാൻസും ഇതിൽ കുറവുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പിളിങ്ങിനെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡുകളുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് കൺവീനിയൻസ് സാമ്പിളിംഗ്, പേർപ്പസീവ് സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, റെഫറൽ ഓർ സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് കൂടി നോക്കാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഫസ്റ്റ് വൺ കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. ഹിയർ ദ സാമ്പിൾസ് ആർ സെലക്ടഡ് ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി. അപ്പോൾ ഇവിടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് അവരുടെ അവൈലബിലിറ്റി, അവരുടെ കൺവീനിയൻസിൻ്റെ ബേസിലാണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ അവൈലബിലിറ്റി ഓഫ് സാമ്പിൾ ഇസ് റയർ ആൻഡ് ഓൾസോ കോസ്റ്റ്ലി. അപ്പോൾ റയർ ആണ് അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ്ലി ആണ് സാമ്പിളിൻ്റെ അവൈലബിലിറ്റി എങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. സോ ബേസ്ഡ് ഓൺ ദ കൺവീനിയൻസ് സാമ്പിൾസ് ആർ സെലക്ട്. അപ്പോൾ ഇവിടെ എന്താണ്, കൺവീനിയൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഏത് സാമ്പിളിംഗ് യൂണിറ്റ് ആണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിന്നുമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് purposive sampling. This is based on the intention or the purpose of the study. അപ്പോൾ സ്റ്റഡിയുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ പേർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് purposive sampling മെത്തേഡ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്നും പറയാം. Here only those elements will be selected from the population which suits the best for the purpose of our study. അപ്പോൾ ഒരു റിസർച്ചറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണോ ഈ സ്റ്റഡിയുടെ പേർപ്പസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പേർപ്പസിന് വേണ്ട സാമ്പിളുകളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ we can say here the entire sampling process depends on the researcher's judgment and knowledge of the context. അതുകൊണ്ടാണ് ഇതിനെ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചറുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ റിസർച്ചർ ഐഡൻറ്റിഫൈ ചെയ്ത പർപ്പസിൻ്റെ ബേസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് ക്വാട്ട സാമ്പിളിംഗ്. So it is another non-probability sampling method and this is a convenient sampling method. അപ്പോൾ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് ക്വാട്ട സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ക്വാട്ടാസ് ഫിക്സ് ചെയ്യും. അതായത് നമ്മൾ എങ്ങനെയുള്ള സാമ്പിൾസിനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ക്വാട്ടകൾ ഫിക്സ് ചെയ്യും. അത് പല ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രേറ്റ്സുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ക്വാട്ട ഫിക്സ് ചെയ്യുന്നത്. സോ sampling that sets specific number of certain type of individuals to be interviewed. അപ്പോൾ ഈ സാമ്പിളിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് എന്ന് ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്വാട്ട സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
So this is a form of sampling involving selection of quota groups of accessible sampling unit by traits such as age, sex, social class, etc. അപ്പോൾ ഇവിടെ കോട്ട എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ചില സാമ്പിളിംഗ് യൂണിറ്റിൻ്റെ ചില ട്രേറ്റുകളുടെ ബേസിൽ, അതായത് ചിലപ്പോൾ ഏജിൻ്റെ ബേസിലാവാം, അല്ലെങ്കിൽ സെക്സ് ലൈക്ക് ഫീമെയിൽ, മെയിൽ, ഫീമെയിൽ എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസിൻ്റെ രീതിയിലാവാം. അപ്പോൾ ഇങ്ങനെ ചില കോട്ടകൾ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? സാമ്പിൾസിനെ ചൂസ് ചെയ്യുകയാണ് കോട്ട സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു റിസർച്ചർക്ക് അയാളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ അയാളൊരു കോട്ട ഫിക്സ് ചെയ്യുകയാണ്. അതായത് 20 ബിസിനസ്മാൻ ആയിരിക്കണം, 20 ബിസിനസ്മാൻ്റെ അടുത്തുനിന്ന്, അതായത് അവരുടെ ഏജ് 50 വയസ്സിൽ കൂടുതലായിരിക്കണം. ഓക്കെ, അതുപോലെ ഒരു പർട്ടിക്കുലർ ഏരിയയും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അവിടെ ഒരു കോട്ട ഫിക്സ് ചെയ്തു അല്ലേ? അതായത് ഇത്ര ഏജിൽ കൂടുതലുള്ള ആളുകൾ, ഇത്ര പേര്, അല്ലെ ഇന്ന ഒരു ഏരിയ. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി കോട്ട ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? സാമ്പിൾസിനെ ചൂസ് ചെയ്യുകയാണ് കോട്ട സാമ്പിളിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്നോബോൾ സാമ്പിളിംഗ്. ഇതാണ് സ്നോബോൾ സാമ്പിളിംഗ്. ഇതൊരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ്. സ്നോബോൾ സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. This technique is used in situations where the probability is completely unknown and rare. ഈ ഒരു ടെക്നിക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ പോപ്പുലേഷൻ, നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് റിസർച്ച് സ്റ്റഡിയിൽ നമ്മളെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺനോൺ ആണ്, അല്ലെങ്കിൽ വളരെ റെയർ ആണ്, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഔട്ട് അല്ലെ? നമുക്ക് വളരെ ഡിഫിക്കൾട്ടാണ് എന്ത് ചെയ്യാൻ, ഇതിലെ സാമ്പിൾസ് അല്ലെങ്കിൽ എലമെൻസിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? റിസർച്ചർ എന്ത് ചെയ്യും? Therefore, we'll take the help from the first element which we select for the population and ask him to recommend other elements who will fit the description of the sample needed. അപ്പോൾ ഈ ഒരു കേസിൽ, ഇങ്ങനെയുള്ളൊരു കേസ് വരികയാണെങ്കിൽ, അതായത് വളരെ റെയർ ആണ്, അല്ലെങ്കിൽ എന്താണ് സാമ്പിൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ആണെങ്കിൽ, നമ്മൾ ഒന്നോ രണ്ടോ എലമെൻസിനെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സാമ്പിൾസിനെ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അവരോട് എന്ത് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്? റെക്കമെൻഡ് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റ് സാമ്പിളുകളെ അവരോട് റെക്കമെൻഡ് ചെയ്യാൻ പറയുന്നു അല്ലേ? സോ ഹിയർ വി ഇനീഷ്യലി കോൺടാക്ട് എ ഫ്യൂ പൊട്ടൻഷ്യൽ റെസ്പോണ്ടൻസ് ആൻഡ് ദെൻ ആസ്ക് ദം whether they know anybody with that same characteristics that we are looking for in our research. That is snowball sampling. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ ഓരോ എലമെൻസിനെയും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്നോബോൾ സാമ്പിളിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ദിസ് ആർ ദ ഡിഫറെൻറ്റ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്. അപ്പോൾ ഇത്രയുമാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിലെ ഡിഫറെൻറ്റ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ്, ടൈപ്സ് എന്നൊക്കെ പറയാം. അടുത്തതായി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അടുത്ത ടോപ്പിക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യൂസിങ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ അതിന് മുന്നേ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ? ഹൈപ്പോത്തസിസ് മീൻസ് സിംപ്ലി വി ക്യാൻ സേ ദേ ആർ അസംഷൻസ് അല്ലേ? ചില അസംഷൻസ് ആണ്, റിസർച്ചർ തയ്യാറാക്കുന്ന ചില അനുമാനങ്ങളാണ്. ഓക്കെ, സോ വിച്ച് ആർ ടു ബി പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ്. അപ്പോൾ ഇതെന്താണ്? പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് പ്രൂവ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുമാനങ്ങളാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബൈ ദ റിസർച്ചർ ആൻഡ് ഇസ് ടെസ്റ്റഡ് വെദർ ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസർച്ചർ അയാളുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന ചില അസംഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പറയാം ഇതൊരു പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് ടെസ്റ്റഡ് ബൈ സയൻറ്റിഫിക് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? അതായത് ഈ ഹൈപ്പോത്തസിൻ്റെ ബേസിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതായത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ അതോ തെറ്റായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈൻ വെദർ എ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ആക്യുറേറ്റ് ഓർ നോട്ട്. അപ്പോൾ ഒരു ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ആക്യുറേറ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്?
ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. അതിൽ വരുന്നത് ഫസ്റ്റ് നൾ ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഹൈപ്പോത്തസിസിനെ നമുക്ക് റിസർച്ചിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ മെയിനായിട്ട് നമ്മൾ 2 ടൈപ്പ് ഹൈപ്പോത്തസിസ് ആണ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് വൺ നൾ ഹൈപ്പോത്തസിസ് ആണ്. എന്താണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ? It is the hypothesis which is tested. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് നൾ ഹൈപ്പോത്തസിസ് ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 വേരിയബിൾസ്. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? എന്താണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? അതായത് ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് ബീങ് സ്റ്റഡീഡ്. അപ്പോൾ സ്റ്റഡി ചെയ്യുന്ന വേരിയബിൾസിൽ തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. ആൻഡ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് H0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നൾ ഹൈപ്പോത്തസിസ്. ദെൻ alternate hypothesis. ഇതാണ് alternate hypothesis എന്ന് പറഞ്ഞാൽ this is the second hypothesis which states that there is a difference between the parameters. അപ്പോൾ ഇതെന്താണ്? അടുത്ത ഹൈപ്പോത്തസിസ് ആണ് alternate hypothesis. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? വേരിയബിൾസ് തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് എന്നാണ് alternate hypothesis നോർമലി സ്റ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ H1. H1 ആണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിനെ കാണിക്കുന്നത്. അപ്പോൾ ഒരു റിസർച്ച് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നൾ ഹൈപ്പോത്തസും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസും എന്ത് ചെയ്യും? ഒരു റിസർച്ചർ സെറ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് നൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും. ഇത് നെക്സ്റ്റ് ടൈപ്പ് 1 എറർ ആണ്. എന്താണ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ? ദിസ് എറർ ക്യാൻ ഒക്കർ വെൻ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റഡ് വെൻ ഇറ്റ് വാസ് ട്രൂ. അതായത് നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനെ റിജക്റ്റ് ചെയ്യുന്നു. അത് ടൈപ്പ് 1 എറർ ആണ്. ആൻഡ് ടൈപ്പ് 1 എറർ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. ദെൻ ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും ഒരു പ്രോബബിലിറ്റി എറർ ആണ്. വിച്ച് ഒക്കേഴ്സ് വെൻ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റഡ് വെൻ ഇറ്റ് ഇസ് നോട്ട് ട്രൂ. അതാണ് ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യാണ്, അത് ട്രൂ അല്ലാതിരിക്കുമ്പോൾ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ അല്ല, പക്ഷേ അതിനെ എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ ഡിനോട്ട് ചെയ്യുന്നത് ബീറ്റ എന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്തതായി പ്രൊസീജിയർ ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സെറ്റപ്പ് എ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് എൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. അതായത് നൾ ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ എന്താണ് ഒരു ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യണം. നമ്മൾ എന്താണ് നൾ ഹൈപ്പോത്തസിസ്, എന്താണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? ഡിസൈഡ് ദ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ഇനി ഏത് ടെസ്റ്റാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ ഏത് ടെസ്റ്റാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഡിസൈഡ് ചെയ്യണം. സോ ദ റിസർച്ചർ ഷുഡ് ചൂസ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ അനലിറ്റിക്കൽ ടൂൾ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. അപ്പോൾ റിസർച്ചർ എന്ത് ചെയ്യണം? ഏതാണോ റൈറ്റ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സിൻ്റെയും ബേസിലാണ് നമ്മൾ ടെസ്റ്റ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏത് ടെസ്റ്റാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ സെറ്റ് ടെസ്റ്റ് ഉണ്ട്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ, എഫ് ടെസ്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുക. ദെൻ തേർഡ് വൺ എന്താണ്? സ്പെസിഫൈ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അടുത്തതായിട്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സ്പെസിഫൈ ചെയ്യണം. എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ? Can say the researcher need to specify the maximum allowable probability of making type 1 error. എന്താണ് ടൈപ്പ് 1 എറർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ? ദാറ്റ് മീൻസ് വി ആർ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഇസ് ട്രൂ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കും, അതിനെ റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 1 എറർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രമാത്രമുണ്ട് അതിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, അപ്പം നോർമലി എന്താണ് യൂഷ്വലി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് വി ആർ ടേക്കൺ ആസ് 5% ഓർ 1% ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്താണ് അതായത് നമുക്ക് പറയാം, ഇപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പോസിബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ ട്രൂ ഹൈപ്പോത്തസിസ് 5/100. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
അതായത് ഒരു നൾ ഹൈപ്പോത്തസിസ്, ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 5/100 ഉണ്ട് എന്നാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേജിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യണം. 5%, 1% ഒക്കെയാണ് നോർമലി നമ്മൾ എടുക്കുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. then അതിനുശേഷം കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞു അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ക്രൈറ്റീരിയ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യണം. ഇനി ആ ടെസ്റ്റ് ക്രൈറ്റീരിയ അത് ടി ടെസ്റ്റ് ആണോ, എഫ് ടെസ്റ്റ് ആണോ, അതോ സെറ്റ് ടെസ്റ്റ് ആണോ, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യണം, അടുത്തതായിട്ട് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ബേസിൽ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു, വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിനെ കമ്പയർ ചെയ്യണം. ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അതായത് ഓരോ ടെസ്റ്റിനും എന്തുണ്ട്, ഓരോ ടേബിൾ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്ത വാല്യൂവിനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ കമ്പയർ കാൽക്കുലേറ്റഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടു ദ ക്രിട്ടിക്കൽ ടേബിൾ വാല്യൂ ഓഫ് ദാറ്റ് ടെസ്റ്റ് ഫോർ 1% or 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ ബേസിൽ അല്ലെ ഓരോ ടെസ്റ്റിനും നമ്മൾ പറഞ്ഞു ഓരോ ടേബിൾ ഉണ്ട്. അപ്പോൾ ആ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. then finally make the decision. ഇനി കമ്പാരിസൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. അതായത് നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണോ അതോ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിനെയാണോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഓർത്ത് വയ്ക്കുക. അടുത്തതായി സെറ്റ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് പല ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് ടെസ്റ്റ് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ സെറ്റ് ടെസ്റ്റ് ഒരു പാരാമെട്രിക് ടെസ്റ്റാണ്. സെറ്റ് ടെസ്റ്റും അതുപോലെ ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എല്ലാം പാരാമെട്രിക് ടെസ്റ്റുകളാണ്. അപ്പോൾ എന്താണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ test based on the assumption that population is normally distributed. Population normally distributed ആണ് എന്ന അസംഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകളാണ് എന്ത്, പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സെറ്റ് ടെസ്റ്റ് എന്ന് നോക്കാം. സോ ദ ടെസ്റ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദ മീൻ ഓഫ് എ സാമ്പിൾ ടു സം ഹൈപ്പോത്തസൈസ്ഡ് മീൻ ഫോർ ദ പോപ്പുലേഷൻ ഇൻ കേസ് ഓഫ് ലാർജ് സാമ്പിൾ. അപ്പോൾ ഈ ടെസ്റ്റ് ജനറലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സാമ്പിൾ മീനിനെയും അതുപോലെ തന്നെ പോപ്പുലേഷൻ മീനിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടി, അതും ലാർജ് സാമ്പിളിൻ്റെ കേസിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്, സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് മീൻ ഓഫ് എ സാമ്പിൾ ടു സം ഹൈപ്പോത്തസൈസ്ഡ് മീൻ ഫോർ ദ പോപ്പുലേഷൻ ഇൻ കേസ് ഓഫ് ലാർജ് സാമ്പിൾ. അപ്പോൾ ഇവിടെ ലാർജ് സാമ്പിളിൻ്റെ കേസിലാണ് നോർമലി സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലാർജ് സാമ്പിൾ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, അതായത് എലമെൻറ്റ്സ്, സാമ്പിൾ എലമെൻറ്റ്സ് ലെസ് ദാൻ 30 ആണെങ്കിൽ അത് എന്താണ് സ്മോൾ സാമ്പിളും, മോർ ദാൻ 30 ആണെങ്കിൽ അതാണ് ലാർജ് സാമ്പിൾ എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ മോർ ദാൻ 30 ഉള്ള കേസിലാണ് നോർമലി സെറ്റ് ടെസ്റ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് മീൻസ് സെറ്റ് ടെസ്റ്റ് ഈസ് അപ്ലൈഡ് വേർ ദ സാമ്പിൾ സൈസ് ഇസ് ലാർജ് ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോട്ട്. അതുപോലെ തന്നെ സെറ്റ് ടെസ്റ്റ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, സാമ്പിൾ സൈസ് ലാർജും അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുകയും ചെയ്യും. ആ കേസിൽ എന്ത് ചെയ്യുന്നു, സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, സാമ്പിൾ സൈസ് സ്മോൾ സാമ്പിളാണ് പക്ഷേ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം. ഈ കേസിലും സെറ്റ് ടെസ്റ്റ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ മീനും അതുപോലെ പോപ്പുലേഷൻ മീനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലാർജ് സാമ്പിളിൻ്റെ കേസിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ടെസ്റ്റിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ. സിഗ്മ ബൈ റൂട്ട് എൻ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് എററിനെയാണ്. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിൾ മീനും അതുപോലെ തന്നെ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ മീനുമാണ്. അപ്പോൾ ഇതാണ് സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റിനെ തന്നെയാണ് സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. So this t-test is applied where the sample size is small and population standard deviation is unknown. അപ്പോൾ എപ്പോഴാണ് t-test അപ്ലൈ ചെയ്യുന്നത്, അതായത് നമ്മുടെ സാമ്പിൾ സൈസ് സ്മോൾ ആണ്. സാമ്പിൾ സൈസ് സ്മോൾ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 30 ആയിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ്. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ല. ഇങ്ങനത്തെ കേസിലാണ് t-test എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്.
And the t-test is exactly like the set test computation. അപ്പോൾ കമ്പ്യൂട്ടേഷനിൽ അതായത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമുല ഏകദേശം എന്താണ് സെറ്റ് ടെസ്റ്റിനോട് സെയിം തന്നെയാണ്. പക്ഷേ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം പോപ്പുലേഷൻ വി യൂസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ സാമ്പിൾ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സെറ്റ് ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം പോപ്പുലേഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു പാരാമെട്രിക് ടെസ്റ്റാണ്. സ്റ്റുഡൻസ് ടി ടെസ്റ്റ് അല്ലെങ്കിൽ ടി ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പാരാമെട്രിക് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇവിടെ ടി ടെസ്റ്റ് തന്നെ 1 സാമ്പിൾ ടി ടെസ്റ്റും 2 സാമ്പിൾ ടി ടെസ്റ്റും ഉണ്ട്. അപ്പോൾ എന്താണ് 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 സാമ്പിൾ ടി ടെസ്റ്റ് ഈസ് യൂസ് ടു എസ്റ്റാബ്ലിഷ് വെദർ ഡിഫറൻസ് ഒക്കർ ബിറ്റ്വീൻ ദ മീൻ ഓഫ് 2 സിമിലർ ഡാറ്റാ സെറ്റ്. 2 സിമിലർ ഡാറ്റാ സെറ്റ്സിൻ്റെ മീനുകൾ തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് 2 സാമ്പിൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമുല എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 1 സാമ്പിൾ ടി ടെസ്റ്റിൻ്റെ ഫോർമുലയാണ്. T equal to x bar minus mu divided by s divided by root n. Then 2 sample t test ആവുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു ഇവിടെ 2 സിമിലർ ഡാറ്റാ സെറ്റുകളുണ്ട്. അപ്പോൾ എക്സ് ബാർ 1 അതായത് ആദ്യത്തെ ഡാറ്റാ സെറ്റിൻ്റെ മീൻ മൈനസ് എക്സ് ബാർ 2 അത് രണ്ടാമത്തെ ഡാറ്റാ സെറ്റിൻ്റെ മീൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് s1 സ്ക്വയർ ബൈ n1 പ്ലസ് s2 സ്ക്വയർ ബൈ n2. അപ്പോൾ ഇതാണ് ടി ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഫോർമുലാസ്. അടുത്ത ടെസ്റ്റാണ് എഫ് ടെസ്റ്റ്. സോ എഫ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ എഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇസ് യൂസ് ടു കമ്പയർ ദി വാരിയൻസ് ഓഫ് ദി 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ്. അപ്പോൾ ഇത് എഫ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത് 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസിൻ്റെ വാരിയൻസിനെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിനെ എന്തും പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാരിയൻസ് റേഷ്യോ ടെസ്റ്റ്. വാരിയൻസ് റേഷ്യോ ടെസ്റ്റ് എന്നും എഫ് ടെസ്റ്റിനെ പറയുന്നുണ്ട്. അപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ കേസിലൊക്കെ അതായത് അനോവയുടെ കേസിലൊക്കെ ഈ ഒരു ടെസ്റ്റാണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയും അതിനെ എന്ത് ചെയ്യുന്നു പ്രോബബിൾ വാല്യൂമായിട്ട് അതായത് എഫ് റേഷ്യോ ടേബിളിൻ്റെ ബേസിൽ പ്രോബബിൾ വാല്യൂമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷമാണ് ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഫോർമുലയാണ് ലാർജർ സാമ്പിൾ വാരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ സാമ്പിൾ വാരിയൻസ്. അടുത്തതായി കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. എന്താണ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് നോക്കാം. കൈ സ്ക്വയർ ടെസ്റ്റ് ഇസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച സെറ്റ് ടെസ്റ്റ് ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് ഇതെല്ലാം എന്തായിരുന്നു പാരാമെട്രിക് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അസംഷൻ എന്താണ്, അതായത് പോപ്പുലേഷൻ പാരാമീറ്റർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലേ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അതായത് അസംഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ള അസംഷനാണ് പാരാമെട്രിക് ടെസ്റ്റ് ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പോപ്പുലേഷനെ പറ്റി പഠിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ് എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് അല്ലെങ്കിൽ അസംഷൻസ് ക്ലിയർ അല്ലാത്ത കേസിൽ അല്ലെങ്കിൽ ഡാറ്റാസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത കേസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആർ അപ്ലൈഡ് വെൻ നോ ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ അബൌട്ട് പോപ്പുലേഷൻ ആൻഡ് ഇറ്റ്സ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഇസ് ഓൾസോ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. അപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ദ chi-square aims at comparing actual frequencies within each category of a nominal variable against its expected frequency. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വൽ ഫ്രീക്വൻസീസും നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റ് കാറ്റഗറിയുടെ ആക്ച്വൽ ഫ്രീക്വൻസിയും അല്ലെ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് chi-square ടെസ്റ്റിൽ ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്, കാൾ പിയേഴ്സൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇതിനെ എന്തും കൂടെ പറയുന്നുണ്ട്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാല്യൂ chi-square വാല്യൂ ഓഫ് ദ ടെസ്റ്റ് റേഞ്ചസ് ഫ്രം 0 to infinity. അപ്പോൾ chi-square വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 0 to infinity വരെ ആവാം. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും അതുപോലെ ആക്ച്വൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിൽ എന്തില്ല ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ ഫോർമുലയും കൂടെ നോക്കാം. chi-square ഈക്വൽ ടു സിഗ്മ O മൈനസ് ഇ
ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഇപ്പോൾ ഒ എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആണ്. ഇ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഇതാണ് കൈ സ്ക്വയർ ടെസ്റ്റ്. അപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റ് ഓർത്തിരിക്കുക, എന്താണ്? ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വൽ ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായി അനാലിസിസ് ഓഫ് വാരിയൻസ് ഓർ അനോവ എന്താണെന്ന് നോക്കാം. So it may be defined as a technique which analyzes the variance of two or more comparable series for determining the significant difference in their arithmetic mean and for determining whether the different samples under study are drawn from the same population or not. അപ്പോൾ എന്താണ് അനോവ കൊണ്ട് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. അപ്പോൾ അതായത് രണ്ടോ അതിലധികമോ പോപ്പുലേഷനിൽ നിന്ന്, അതായത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന അരിത്തമെറ്റിക് മീനോ അല്ലെങ്കിൽ സാമ്പിൾ മീനോ തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ വേരിയൻസ് ഉണ്ടോ, അതായത് അതുപോലെ തന്നെ അവ വന്നിരിക്കുന്നത് ഒരേ കൈൻഡ് ഓഫ് പോപ്പുലേഷനിൽ നിന്നാണോ എന്നൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക്, അതല്ലെങ്കിൽ ഇത് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ 4 സെയിൽസ് പേഴ്സണും അവർ നടത്തിയ ആവറേജ് സെയിൽസ് പെർ ഇയറും തന്നാൽ ആ ആവറേജ് സെയിൽസ് പെർ ഇയർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാനൊക്കെ നമുക്ക് ഈ അനോവ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് അനോവ. ആൻഡ് അനോവയിൽ നമ്മൾ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ, അല്ലേ, എഫ് ടെസ്റ്റ്, ഡി ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഈ അനോവയിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഏതാണ്? എഫ് ടെസ്റ്റാണ്. എഫ് ടെസ്റ്റാണ് അനോവയിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ അനോവ ഡെവലപ്പ് ചെയ്ത ആരാണ്? R.A. ഫിഷറാണ്. അപ്പോൾ എന്താണ് അനോവ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോറിലേഷൻ അനാലിസിസ്. എന്താണ് കോറിലേഷൻ അനാലിസിസ് എന്ന് നോക്കാം. ഇറ്റ് ഇസ് ഓൾസോ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. അപ്പോൾ ഇതും എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. So correlation analysis can be referred as the statistical tool used to describe the degree to which one variable is related to another. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്, അല്ലേ? ഇവിടെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അതായത് രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ 2 or more വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. So correlation analysis is a statistical tool that helps to measure and analyze the degree or extent to which 2 or more variables fluctuate with reference to one another. അപ്പോൾ രണ്ടോ അതിലധികമോ വേരിയബിൾസ് എത്രമാത്രം കോറിലേറ്റഡ് ആണ്, രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ അനാലിസിസ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. So we can say two variables are said to be correlated if change in one variable result in a corresponding change in other variable. അപ്പോൾ എങ്ങനെയാണ് രണ്ട് വേരിയബിൾസ് കോറിലേറ്റഡ് ആണെന്ന് പറയുന്നത്? അതായത് ഒരു വേരിയബിളിലുള്ള ചേഞ്ച് എന്ത് ചെയ്യുന്നു, മറ്റേ വേരിയബിളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? കോറിലേറ്റഡ് ആണ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം പ്രൈസും സപ്ലൈയും, പ്രൈസ് ആൻഡ് സപ്ലൈ, അല്ലേ? അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ സെയിം പ്രോഡക്റ്റിൻ്റെ സപ്ലൈയും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? പ്രൈസും സപ്ലൈയും എന്താണ്? പരസ്പരം കോറിലേറ്റഡ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് കോറിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് നോക്കാം. When the values of two variables move in the same direction, correlation is said to be positive. അതായത് രണ്ട് വേരിയബിൾസ് മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, അല്ലേ, ആ കോറിലേഷനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം പ്രൈസും സപ്ലൈയും. ഓക്കെ, അതായത് പ്രൈസ്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അതിനോടൊപ്പം എന്ത് ചെയ്യുകയാണ്? ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സപ്ലൈയും കൂടുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു പോസിറ്റീവ് കോറിലേഷനാണ്. കാരണം എന്താണ്? രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, അല്ലേ? പ്രൈസും കൂടുന്നു, സപ്ലൈയും കൂടുന്നു. അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ സപ്ലൈയും കുറയുന്നു, അവിടെയും എന്താണ്? ഒരേ ഡയറക്ഷനിലാണ്, രണ്ടും കുറയുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവ് കോറിലേഷനാണ്. അതുപോലെ തന്നെ വെൻ ദ വാല്യൂ ഓഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആ കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് പ്രൈസും ഡിമാൻഡും പറയാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുകയാണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഡിമാൻഡ് കുറയാനാണ് ചാൻസ്,
അല്ലേ, ഡിമാൻഡ് കുറയും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ഒരു നെഗറ്റീവ് കോറിലേഷനാണ്. അതുപോലെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അതുപോലെ എന്താണ്, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ ഇതാണ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ, വേരിയബിൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ദെൻ നെക്സ്റ്റ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ദാറ്റ് മീൻസ് വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ one variable leads to a constant ratio of change in other variable. അപ്പോൾ ഇവിടെ എന്താണ്, അതായത് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റൊരു വേരിയബിൾ അല്ലെങ്കിൽ മറ്റൊരു വേരിയബിളിൽ എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, മറ്റു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് അടുത്ത വേരിയബിളിൽ ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഈസ് നോട്ട് ഇൻ എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. അപ്പോൾ ആദ്യത്തേതിൽ ലീനിയറിൽ എന്താണ്, ഒരു വേരിയബിളിലുള്ള ചേഞ്ച് മറ്റൊരു വേരിയബിളിൽ കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്, അല്ലേ. നോൺ ലീനിയറിൽ എന്താണ്, ഒരു വേരിയബിളിൽ ചേഞ്ച് കോൺസ്റ്റൻറ്റ് റേഷ്യോയിലല്ല ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. So in single correlation, the relationship is confined to two variables. സിംഗിൾ കോറിലേഷനിൽ എന്താണ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ആൻഡ് ഇൻ മൾട്ടിപ്പിൾ കോറിലേഷനിലോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോർ ദാൻ ടു വേരിയബിൾസ്, രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ആണ് കാണിക്കുന്നത്. അതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ദെൻ പാർഷ്യൽ ആൻഡ് ടോട്ടൽ കോറിലേഷൻ. ഇൻ പാർഷ്യൽ കോറിലേഷൻ അനലിസ്റ്റ് റെക്കഗ്നൈസ് മോർ ദാൻ ടു വേരിയബിൾസ് ബട്ട് കൺസിഡർ ഓൺലി ടു വേരിയബിൾസ് കീപ്പിംഗ് അതേഴ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പാർഷ്യൽ കോറിലേഷനിൽ എന്താണ്, അനലിസ്റ്റ് അല്ലേ എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഇവിടെ മോർ ദാൻ ടു വേരിയബിൾസ് ഉണ്ടാവും, പക്ഷേ എന്താണ്, രണ്ട് വേരിയബിൾസിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, എന്നിട്ടാണ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്, ബാക്കി വേരിയബിൾസിനെ കോൺസ്റ്റൻ്റ് ആയി വെച്ചുകൊണ്ട്. Then on the other hand, total correlation is based on all the relevant variables which however is normally not feasible. പക്ഷേ ടോട്ടൽ കോറിലേഷൻ എല്ലാ വേരിയബിൾസും എല്ലാ റെലവൻറ്റ് വേരിയബിൾസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്തിട്ടാണ് കോറിലേഷൻ എന്താണ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ദിസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. നെക്സ്റ്റ് വൺ ഈസ് മെഷേഴ്സ് ഓഫ് correlation. So there are several methods of measuring correlation between two or more variables. അപ്പോൾ പല മെത്തേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ് സ്കാറ്റർ ഡയഗ്രാം, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, ദെൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. ഇനി ഇതോരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ മെഷേഴ്സ് ഓഫ് കോറിലേഷനിൽ ഫസ്റ്റ് വൺ സ്കാറ്റർ ഡയഗ്രാം ആണ്. എന്താണ് സ്കാറ്റർ ഡയഗ്രാം? Can say it is an easy way of deciding the relation between two variables. വളരെ ഈസി ആയിട്ട് നമുക്ക് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അസർട്ടൈൻ ചെയ്യുന്നത്? വി ക്യാൻ സേ ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഡിവൈസ് ഫോർ അസർട്ടൈനിങ് വെദർ ടു വേരിയബിൾസ് ആർ റിലേറ്റഡ് ടു പ്രിപ്പയർ ഡോട്ട് ചാർട്ട്. അപ്പോൾ ഇവിടെ ഡോട്ട് ചാർട്ട് അല്ലെങ്കിൽ സ്കാറ്റർ ഡയഗ്രാം ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ് ടു അസർട്ടൈൻ ദ ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ. അപ്പോൾ ഇവിടെ ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ആക്സിസ്, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഓക്കെ, സോ എക്സ് ആക്സിസിലാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്ലോട്ട് ചെയ്യുന്നത് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്കാറ്റർ ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതായത് ഇഫ് ഓൾ പോയിന്റ് fall on a straight line moving from left lower corner to right upper corner. അതായത് എല്ലാ പോയിൻറ്സും ഒരു സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ, അല്ലേ, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അതായത് ലെഫ്റ്റ് ലോവർ കോർണർ ടു റൈറ്റ് അപ്പർ കോർണർ ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. Then if all points fall on straight line moving from upper left corner to right lower corner, then it is negative correlation. അതായത് അപ്പർ ലെഫ്റ്റ് കോർണറിൽ നിന്നും റൈറ്റ് ലോവർ കോർണറിലേക്കാണെങ്കിൽ അതെന്താണ്, എല്ലാ പോയിൻറ്സും അല്ലേ അങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. And if all points scattered everywhere on the graph and no pattern will be identified, അതായത് എല്ലാ പോയിൻറ്സും എന്താണ് ഗ്രാഫിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്, അല്ലേ,
അപ്പോൾ നമുക്കൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്താണ് വേരിയബിൾസ് തമ്മിൽ നോ കോറിലേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതൊരു ഗ്രാഫിക്കൽ മെത്തേഡ് ആയിരുന്നു അല്ലേ ഫോർ ഫൈൻഡിങ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അപ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡായിരുന്നു സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് മെഷർമെൻ്റ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കാൾ പിയേഴ്സൺ സജസ്റ്റ് ചെയ്ത ഒരു മെത്തേഡാണ് എന്ത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഡെവലപ്ഡ് ബൈ കാൾ പിയേഴ്സൺ. ദെൻ ദ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ ആർ. അപ്പോൾ ആർ എന്ന സിമ്പിളാണ് എന്ത് ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 to 1. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല എന്ന് നോക്കാം. നമ്മളുള്ള ഫോർമുല, അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ പറയുകയാണ് ഇഫ് ദർ ആർ ടു വേരിയബിൾസ് അണ്ടർ സ്റ്റഡി ദാറ്റ് മീൻസ് എക്സ് ആൻഡ് വൈ ആണ് വേരിയബിൾസ് എന്ന രീതിയിലാണ് ഇവിടെ ഫോർമുലാസ് എന്ത് ചെയ്തിരിക്കുന്നത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആർ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ divided by root of n sigma x square minus sigma x whole square into n sigma y square minus sigma y whole square. അപ്പോൾ ഇവിടെ എക്സും വൈയും ആണ് രണ്ട് വേരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല. ദെൻ ഫൈനലി സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. സോ നമ്മൾ ഓൾറെഡി കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുമായിട്ടാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല ഇറ്റ് ഡസൻറ്റ് സജസ്റ്റ് എ മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലേ. അപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഈ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് മെത്തേഡ് യൂസ് ടു ഫൈൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വെൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഈസ് ഗിവൺ. അപ്പോൾ ഇവിടെ എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ എങ്ങനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ചെയ്യാം എന്നുള്ളതും കൂടെയാണ് ഈ സ്പിയർമാൻ റാങ്ക് കോറിലേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട് റാങ്ക് അസൈൻ ടു ഈച്ച് വാല്യൂ ഓഫ് എ വേരിയബിൾ. സോ ഇൻ ദിസ് മെത്തേഡ് റാങ്ക് ഇസ് അസൈൻ ടു ഈച്ച് വാല്യൂ ഓഫ് എ വേരിയബിൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വേരിയബിൾസിന് റാങ്ക് അസൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് എ മെഷർ ടു അസർട്ടൈൻ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ റാങ്ക് ഓഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇസ് കോൾഡ് റാങ്ക് കോറിലേഷൻ. അതിനുശേഷം എന്താണ് റാങ്കിൻ്റെ ബേസിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് അല്ലേ. എന്തൊക്കെയായിരിക്കും ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എബിലിറ്റി അല്ലേ ഇൻ്റലിജൻസ്, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആയിട്ട് പറയാം. അപ്പോൾ അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ റാങ്ക് കോറിലേഷൻ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ചാൾസ് ഇ സ്പിയർമാൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല എന്ന് നോക്കാം. റാങ്ക് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് റാങ്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ് ഡിഫറൻസ് ഓഫ് റാങ്ക്. നമ്മൾ പറഞ്ഞു ഇവിടെ വേരിയബിൾസിനെ റാങ്ക് ചെയ്യുന്നുണ്ട്, റാങ്ക് അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റാങ്കുകൾ തമ്മിലുള്ള വേരിയബിൾസിൻ്റെ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡി. ദെൻ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് കോറിലേഷൻ സ്കാറ്റർ ഡയഗ്രാം, അതുപോലെ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതുപോലെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. നമ്മൾ കോറിലേഷൻ അനാലിസിസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി റിഗ്രഷൻ അനാലിസിസ് എന്താണെന്ന് നോക്കാം. സോ റിഗ്രഷൻ അനാലിസിസ് ഇസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ ദാറ്റ് ആർ റിലേറ്റഡ്. അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഓർ മോർ റിലേറ്റഡ് വേരിയബിൾസിൻ്റെ ആവറേജ് റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ മെഷറാണ് എന്ത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്.
Okay, then it means the estimation or the prediction of the unknown value of one variable from the known value of other variable. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് റിഗ്രഷൻ അനാലിസിസിൽ? അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് അല്ലേ, അൺനോൺ വാല്യൂ, ഒരു വേരിയബിളിലെ അൺനോൺ വാല്യൂ എന്തിനെ ബേസ് ചെയ്തിട്ട്? മറ്റൊരു നോൺ വാല്യൂ അല്ലേ ഓഫ് അതർ വേരിയബിൾ. മറ്റൊരു വേരിയബിളിലെ നോൺ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു വേരിയബിളിൻ്റെ അൺനോൺ വാല്യൂവിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? വി ക്യാൻ സേ ഇറ്റ് ഈസ് എ വെരി സയൻറ്റിഫിക് ടെക്നിക് ഫോർ മേക്കിംഗ് പ്രഡിക്ഷൻ. അപ്പോൾ അതാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ക്യാൻ സേ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ദാറ്റ് ആർ റിലേറ്റഡ്. ഇവിടെ ടൈപ്സ് ഓഫ് റിഗ്രഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് വേരിയബിൾസ്. അപ്പോൾ വേരിയബിൾസിൻ്റെ ബേസിൽ റിഗ്രഷനെ നമുക്ക് സിമ്പിൾ റിഗ്രഷൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിഗ്രഷന് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ റിഗ്രഷൻ മീൻസ് അവിടെ എന്താണ്, അറ്റ് എ ടൈമിൽ 2 വേരിയബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മോർ ദാൻ 2 വേരിയബിൾസ് അറ്റ് എ ടൈം, രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ വേരിയബിൾ. അടുത്ത കാറ്റഗറൈസേഷൻ വരുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ വേരിയബിളിലാണ്. അതിൻ്റെ ബേസിൽ നമുക്ക് ലീനിയർ റിഗ്രഷൻ എന്നും നോൺ ലീനിയർ റിഗ്രഷൻ എന്നും കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ റിഗ്രഷൻ മീൻസ് ഇഫ് ദ റിഗ്രഷൻ കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് നമ്മുടെ ബൈവേരിയറ്റ് ഡാറ്റ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കർവ് ഓഫ് റിഗ്രഷൻ അല്ലെ റിഗ്രഷൻ കർവ് കിട്ടും. ആ റിഗ്രഷൻ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിനെയാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതെന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ചേഞ്ച് ഇൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ് പ്രൊപ്പോർഷനേറ്റ് ടു ചേഞ്ച് ഇൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചും എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ ഹൂസ് വാല്യൂ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഇസ് ടു ബി പ്രെഡിക്റ്റഡ്, ദാറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ദെൻ ഇൻഡിപെൻഡൻറ്റ് മീൻസ് എന്താണ്? വേരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസ് ദ വാല്യൂ ഓർ can say which is used for prediction. It is known as independent variable. Okay, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഗ്രഷൻ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് ചേഞ്ച് ഇൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ് പ്രൊപ്പോർഷനേറ്റ് ടു ചേഞ്ച് ഇൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദെൻ നോൺ ലീനിയർ റിഗ്രഷൻ. എന്താണ് നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇഫ് ദ കർവ് ഓഫ് റിഗ്രഷൻ ഇസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. കർവ് ഓഫ് റിഗ്രഷൻ എന്തല്ല? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഓക്കെ, in this case we can say the dependent variable does not change by a constant amount of change in independent variable. അപ്പോൾ ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ത് ചെയ്യുന്നില്ല? ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ചേഞ്ചിൽ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. കോൺസ്റ്റൻറ്റ് എമൗണ്ടിൽ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിഗ്രഷൻ കർവ് എന്തായിരിക്കില്ല? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ. ഈ ഒരു ക്ലാസ്സിൽ ഡാറ്റ കളക്ഷൻ, ക്വസ്റ്റ്യനെയർ ഡിസൈൻ, സാമ്പിളിംഗ്, ദെൻ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ഈ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്തു. അപ്പോൾ എല്ലാ കോൺസെപ്റ്റുകളെയും ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ലേണേഴ്സ്.